ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് റിസർച്ച് ഹൈപ്പോത്തസിസിനെ കുറിച്ചാണ്. അതിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻ, ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്സ് ആണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമുക്കറിയാം. അതെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുപോലെ ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. അതൊരു അസംഷനാണ് അല്ലേ? ഇപ്പോൾ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സ്പെസിഫിക്, ക്ലിയർ ആൻഡ് ടെസ്റ്റബിൾ പ്രപ്പോസിഷൻ ഓർ പ്രിഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതൊരു പ്രപ്പോസിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രിഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രഡിക്ഷൻ ആണ് about the possible outcome of a scientific research study based on a particular property, a population such as presumed difference between groups on a particular variable or relationship between the variables. അപ്പം ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റബിൾ പ്രപ്പോസിഷൻ ആണ്. ആ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആകാം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഒരു സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പോസിബിൾ ഔട്ട്കമ്മിനെ കുറിച്ചുള്ള ഒരു ടെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയുന്നത്? 2-3 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസർച്ച് ഹൈപ്പോത്തസിസിൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റും കുറച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധത്തെയാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 1 or 2 വേരിയബിൾസ് ആണ് നമ്മൾ എന്തിൽ പറയുന്നത്? റിസർച്ച് ഹൈപ്പോത്തസിസിൽ പറയുന്നത്. ഇറ്റ്സ് എ ടെൻറ്റേറ്റീവ് പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം. പക്ഷേ ഒരു അസംഷനാണ്. അസംഷനിൽ നമ്മൾ പറയുന്നു 2-3 വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ പറയുന്നത്. റിസർച്ച് കണ്ടക്ട് ചെയ്തതിന് ശേഷം സയൻറ്റിഫിക് ഔട്ട്കം ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റബിൾ പ്രഡിക്ഷൻ ആണ്. നമ്മൾ ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. മുന്നേ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ദെൻ നമ്മൾ ആ റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യുന്നു. സയൻറ്റിഫിക് ഡാറ്റ അനാലിസിസ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ആ കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് ഈ റിസർച്ച് ഹൈപ്പോത്തസിസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണോ അതെയോ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുകയാണോ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം റിസർച്ച് ഹൈപ്പോത്തസിസ് ക്യാൻ ബി, അതിനെ ഡിഫൈൻ ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് പറ്റുക? പ്രപ്പോസിഷൻ ഓർ സെറ്റ് ഓഫ് പ്രപ്പോസിഷൻ സെറ്റ് ഫോർത്ത് ആസ് എക്സ്പ്ലനേഷൻ ഫോർ എൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്. അപ്പം ഒരു എക്സ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റ് ഉണ്ടാകും നമുക്ക്. ആ എക്സ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് പ്രപ്പോസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ റിസർച്ചേഴ്സ് എപ്പോഴും എന്താണ്, റിസർച്ച് ഒബ്ജക്റ്റീവിനെ ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് വെക്കാറുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1-2 ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സിനെ തന്നെ എന്താക്കുക? ഹൈപ്പോത്തസിസ് ആക്കി വെക്കാറുണ്ട് ചില റിസർച്ചേഴ്സ്. അപ്പം ഇതിൽ മെയിൻലി നമ്മൾ എന്താ പറയുന്നത്? ഗുഡ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ക്ലിയർ ഇംപ്ലിക്കേഷൻ ഫോർ ടെസ്റ്റിംഗ് സ്റ്റേറ്റഡ് റിലേഷൻഷിപ്പ്. അപ്പം ക്ലിയർ ആയിരിക്കണം. അപ്പം ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു അത് അസംഷൻ ആണ്, അത് പ്രഡിക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റാണ് നമ്മളിത് വെക്കുന്നത്. ഓക്കെ, നമ്മൾ റിസർച്ച് നടത്തുന്നതിന് മുന്നേ ആണ് എന്ത് വെക്കുന്നത്? ഹൈപ്പോത്തസിസ് വെക്കുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് to the investigation of other facts and theories that are yet unknown. റിസർച്ചിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയുന്നതിൽ നിന്ന് അറിയപ്പെടാത്തതിലേക്കുള്ള യാത്രയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗൈഡായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ളൊരു ഗൈഡ്, ഒരു പാത നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗസ്, സപ്പോസിഷൻ ഓർ ടെൻറ്റേറ്റീവ് ഇൻഫറൻസ് ആസ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് സം ഫാക്ട്, കണ്ടീഷൻസ് ഓർ റിലേഷൻഷിപ്പ് റിലേറ്റീവ് ടു സം ഫിനോമിന. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ അറിയപ്പെടാത്തത് കിടപ്പുണ്ട്. ആ അറിയപ്പെടാത്തതിനെയൊക്കെ നമ്മളിലേക്ക് അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു നേരെയായിട്ടുള്ളൊരു മാർഗം കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഹൈപ്പോത്തസിസ്. ഓക്കെ, ദെൻ ഹൈപ്പോത്തസിസ് നമ്മൾ പറഞ്ഞതാണ് ടെസ്റ്റബിൾ പ്രെഡിക്ഷൻ വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു
occur. It can be false or true statement. അപ്പോൾ ഹൈപ്പോത്തിസിസ് വെക്കുക നമ്മൾ പറഞ്ഞ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രിഡിക്ഷൻ ആണ്. അത് ശരിയോ തെറ്റോ ആകാം, പക്ഷേ ഇറ്റ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് സ്പെസിഫിക്. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളത് സത്യമാണെന്ന് പറയുന്നില്ല, നുണയാണെന്നും പറയുന്നില്ല, പക്ഷേ പറയുന്ന കാര്യത്തിൽ വ്യക്തതയും ക്ലാരിറ്റിയും വേണം എന്നുള്ളതാണ് ഹൈപ്പോത്തിസിസിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പറയുന്നത് സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ, അതായത് സ്മോക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ക്യാൻസറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന കൂടുതൽ ശതമാനം ആൾക്കാർക്കും ക്യാൻസർ വരുന്നു എന്ന് നമ്മളൊരു ഹൈപ്പോത്തിസിസ് വെക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആണ് അല്ലേ, അത് സ്പെസിഫിക് ആണ്. നമ്മൾ പറയുന്ന രണ്ട് വേരിയബിൾസിനെ ബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യം ക്ലിയർ ആണ്. പക്ഷേ അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? ആ ഒരു റിസർച്ചിൻ്റെ അവസാനത്തേക്കിലാക്കാണ് നമ്മളതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റിലേക്കാണ് അതിൻ്റെ ഒരു ട്രൂത്ത് ആണോ, അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് ലാസ്റ്റിലേക്കാണ്. സോ ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഫിനോമിന ഇസ് ടേംഡ് ആസ് ഹൈപ്പോത്തിസിസ് എന്ന് നമുക്ക് പറയാം. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലോജിക്കൽ റിലേഷൻഷിപ്പ്, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദിസ് ലോജിക്കൽ റിലേഷൻഷിപ്പ് ഓർ ടെസ്റ്റബിൾ അസംഷൻസ് ഗീവ്സ് എ ഡയറക്ഷൻ ടു ദ റിസർച്ച്. ഇതിന് വേണ്ടിയിട്ടാണ് ഹൈപ്പോത്തിസിസ് വെക്കുന്നത്. ഈ ഒരു ലോജിക്കൽ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എന്ത് ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്, എന്ത് അനാലിസിസ് ആണ് നടത്തേണ്ടത്, എന്ത് റിസൾട്ടിലേക്കാണ് എത്തേണ്ടത്, ഇങ്ങനെ പല പല ക്വസ്റ്റ്യനുള്ള ആൻസറാണ് എന്ത് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത് റിസർച്ചിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു ഗൈഡായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമ്മളെ ഗൈഡായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്, ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെൻറ്റേറ്റീവ് പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് സ്പെസിഫിക്കലി സ്റ്റേറ്റഡ് ആയിരിക്കണം എന്ത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതിൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. Okay, we can see what are the features of hypothesis. നമ്മൾ കണ്ട കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി എംപെരിക്കലി ടെസ്റ്റഡ്. നമ്മൾ എംപെരിക്കൽ റിസർച്ചിനെ കുറിച്ച് തന്നെ പഠിച്ചതാണ്. ഇത് എംപെരിക്കലി ടെസ്റ്റഡ് ആയിരിക്കണം. എംപെരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ട്? ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റഡിയാണ്. അവിടെ നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ്റെ ബേസിസിലാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. എംപെരിക്കലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ്, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റിൻ്റെ ഒക്കെ ബേസിസിൽ സ്റ്റഡി നടത്തുന്നതിനാണ് എംപെരിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് എംപെരിക്കലി ടെസ്റ്റബിൾ ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പ്രിസൈസ് ആൻഡ് സിമ്പിൾ. ഓക്കെ, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഭയങ്കര ടഫ് ലാംഗ്വേജിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കുക എന്നുള്ളതല്ല. എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹൈപ്പോത്തിസിസ് വെക്കുക. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് റെലവൻറ്റ്. റെലവൻസി എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫീച്ചറാണ്. നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം അത് ഇന്ന് റെലവൻ്റ് ആണോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്ത് ഒരു 3 വർഷത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരുമ്പം അന്നേരം അതിന് റെലവൻസ് വേണം. സോ ഇറ്റ് ഷുഡ് ബി ദ ടോപ്പിക് ഷുഡ് ബി വെരി റെലവൻറ്റ്. സോ അതുപോലെ തന്നെ എന്തായിരിക്കണം? ഹൈപ്പോത്തിസിസ് ഷുഡ് ഓൾസോ ബി റെലവൻറ്റ്. ദെൻ ഇറ്റ് ഷുഡ് ബി പ്രെഡിക്റ്റബിൾ ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി മാനേജബിൾ. നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലേ? റിസർച്ചർ ഒരു കാര്യം കണ്ടുപിടിക്കാൻ പോകുമ്പോൾ റിസർച്ചർക്ക് അതിൻ്റെ മേലെ കൺട്രോൾ ഉണ്ടാകണം. അതായത് റിസൾട്ട് നമുക്ക് ഒന്നെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയാൻ പറ്റണം ഇത് കഴിഞ്ഞ് കഴിയുമ്പം. അല്ലാതെ ലാസ്റ്റ് ഈ ഒരു ഹൈപ്പോത്തിസിസുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്തൊരു റിസൾട്ടിലേക്ക് നമുക്ക് റിസർച്ചിനെ കൊണ്ടേ എത്തിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി മാനേജബിൾ ഹൈപ്പോത്തിസിസ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ദെൻ ഫങ്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസർച്ച് ഹൈപ്പോത്തിസിസുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്? ക്ലാരിറ്റി കൊണ്ടുവരും അല്ലേ? നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. അതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ക്ലാരിറ്റി. അപ്പോൾ റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ നമുക്കതിനൊരു കുറച്ചൊരു വഴി കാണിച്ചു തരിക എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രിസൈസ് ആയി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നു. ദെൻ പ്രൊവൈഡ്സ് എ സ്റ്റഡി വിത്ത് ഫോക്കസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ലാരിറ്റി കിട്ടുന്നതോടെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, എങ്ങോട്ട് കൊണ്ടുപോകണം, നമ്മുടെ റിസർച്ചിനെ എങ്ങോട്ട് കൊണ്ടുപോകണം. ദെൻ ഇറ്റ് സിഗ്നിഫൈസ് വാട്ട് സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് പ്രോബ്ലം ആർ ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അതാണ് എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് അന്നേരം കിട്ടും. എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? റിസർച്ച് ഹൈപ്പോത്തിസിസിൽ നിന്ന് കിട്ടുന്നു. ദെൻ ഇൻഡിക്കേറ്റ് വാട്ട് ഡാറ്റ ഇസ് ടു ബി കളക്റ്റഡ് ആൻഡ് വാട്ട് നോട്ട് ടു ബി കളക്റ്റഡ്. ഡാറ്റ കളക്ഷനെയും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഹെൽപ്സ് ടു എൻഹാൻസ് ദ ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദി സ്റ്റഡി. അപ്പം നമുക്ക് ഒബ്ജക്റ്റിവിറ്റി ഉണ്ട് അല്ലേ? നമുക്ക് സബ്ജക്റ്റീവായി പോകാൻ പാടില്ല, നമ്മൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒബ്ജക്റ്റീവിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം. അതിൽ നിന്ന് റിസർച്ച് ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോകാൻ പാടില്ല, വൈഡായി പോകരുത്. റിസർച്ച് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദെൻ ഫോർമുലേറ്റ്സ് തിയറി. അപ്പോൾ എല്ലാ റിസർച്ചുകളുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തിയറി
ബിൽഡിംഗ് തന്നെയാണ്. നമ്മൾ പറയുന്നു ബേസിക് റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച്, പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച റിസർച്ചുകളിൽ മാത്രമാണ് തിയറി ബിൽഡിംഗ് എന്നുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എല്ലാ റിസർച്ചുകളിലും നമ്മൾ കുറച്ച് തിയറീസും കുറച്ച് കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ ഉള്ള തിയറി, എക്സിസ്റ്റിംഗ് തിയറീൻ്റെ ആ ബേസിസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ റിസർച്ചുകളുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തിയറി ബിൽഡിംഗ് തന്നെ, പുതിയ കൺസെപ്റ്റുകളെ പരിചയപ്പെടുത്തുക, പുതിയ പ്രപ്പോസൽസ് ഒക്കെ വെക്കുക എന്നുള്ളത് തന്നെയാണ്. ദെൻ ഇറ്റ് എനേബിൾസ് ടു കൺക്ലൂഡ് വിത്ത് വാട്ട് ഈസ് ട്രൂ ഓർ വാട്ട് ഈസ് ഫാൾസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റിസർച്ച് റിപ്പോർട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ വെച്ചിരിക്കുന്ന ഹൈപ്പോത്തസിസ് തെറ്റാണോ ശരിയാണോ എന്ന് ഒരു ധാരണയിലേക്ക് റിസർച്ചർ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് ഹൈപ്പോത്തസിസ് നമ്മൾ വെക്കുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ തരിക എന്നുള്ളതാണ്. റിസർച്ചറെ സംബന്ധിച്ച് എങ്ങനെ റിസർച്ച് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡയറക്ഷൻ തരിക, ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സ്പെസിഫൈ ദ ഫോക്കസ് ഓഫ് ദ റിസർച്ച്. നമ്മൾ കണ്ടു, നമ്മൾ ഫംഗ്ഷനിൽ കണ്ടതാണ് ഫോക്കസ് തരിക, റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിന് ഫോക്കസ് തരികയാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് റിസർച്ച് ടെക്നിക്. റിസർച്ച് ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് മറ്റൊരു ഇമ്പോർട്ടൻസ് പറയുന്നത്. റിസർച്ച് ടെക്നിക്കൽ പല ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറെ ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. ദെൻ ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം ബ്ലൈൻഡ് റിസർച്ച്. അത് നമുക്ക് പലർക്കും പറ്റാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ബ്ലൈൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഫോമുലേറ്റ് ചെയ്തു, റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫോമുലേറ്റ് ചെയ്തു, അതിനുശേഷം നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പാത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറേ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡാറ്റയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, പക്ഷേ റിസൾട്ടുമായിട്ട് നമ്മളെ റിസർച്ച് ടോപ്പിക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ റിസർച്ച് അട്ടർ വേസ്റ്റായി പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ചിലർ റിസർച്ച് പ്രോബ്ലം സെറ്റ് ചെയ്തതിന് ശേഷം 1-2 വർഷത്തിന് ശേഷം ടോപ്പിക്ക് മാറ്റുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ബ്ലൈൻഡ് റിസർച്ചിലേക്ക് പോകുമ്പോഴാണ്. ഡാറ്റ കളക്ഷൻ വൈഡായി പോകുന്നു, ഡാറ്റ കളക്ഷനിൽ നിന്ന് നമ്മൾ മാറി വേറെ ഡാറ്റയായി പോകുന്നു കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനത്തെ പല സിറ്റുവേഷൻസും റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റിസർച്ചിൻ്റെ ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ നമ്മളെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ബ്ലൈൻഡ് റിസർച്ചിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ എൻഷ്യൂർസ് ആക്യുറസി ആൻഡ് പ്രെസിഷൻ. ഓക്കെ, ദെൻ സേവ്സ് റിസോഴ്സ്, മണി, എനർജി ആൻഡ് ടൈം. അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടി തന്നെ അവിടെ ടൈം നമുക്ക് സേവ് ചെയ്യാം, മണി സേവ് ചെയ്യാം ആൻഡ് എനർജി സേവ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസർച്ച് ഹൈപ്പോത്തസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്കതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റി പഠിക്കാം. റിസർച്ച് ഹൈപ്പോത്തസിസ്, നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വെക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, പ്രോബ്ലം ഒക്കെ ഫോമുലേറ്റ് ചെയ്തതിന് ശേഷം റിസർച്ച് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വെക്കുന്നൊരു കാര്യമാണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. അത് പല രീതിയിലുള്ള ഹൈപ്പോത്തസിസ് ഉണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ ഹൈപ്പോത്തസിസ്. സാധാരണ സിമ്പിൾ ഹൈപ്പോത്തസിസ് നമ്മൾ സാധാരണ വെക്കുന്ന പ്രോജക്റ്റിലൊക്കെ നമ്മൾ വെക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സിമ്പിൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? റിഫ്ലെക്ട്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ 2 വേരിയബിൾ വെച്ചാണ് സ്റ്റഡി നടത്തുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൻഫാളും പിന്നെ ക്രോപ്പ് ഈൽഡും 2 വേരിയബിളാണിത്. റെയിൻഫാൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, ക്രോപ്പ് ഈൽഡ് എന്ന് പറയുന്നത് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് ദിസ് ഈൽഡ് ഓഫ് ദ ക്രോപ്പ് ഈസ് ഡിപെൻഡൻറ്റ് ഓൺ ദ റെയിൻഫാൾ, അല്ലേ? റെയിൻഫാളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സോ ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ക്രോപ്പ് ഈൽഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഡിപെൻഡൻറ്റ് ഓൺ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ഇസ് റെയിൻഫാൾ. റെയിൻഫാൾ കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ക്രോപ്പ് ഈൽഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 വേരിയബിളിനെ മാത്രം വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു ഹൈപ്പോത്തസിസ് വെക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയാൻ പറ്റും? സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാൻ പറ്റും. 2 വേരിയബിൾസിനെ മാത്രം വെച്ച്, 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ മാത്രം വെച്ച് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് എന്തായിരിക്കും? കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റും ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കും. നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ, കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ സെയിം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം റെയിൻഫോൾ ഉണ്ട്, ദാറ്റ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദെൻ ക്രോപ്പ് ഈൽഡിനെ സഹായിക്കുന്ന നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, പിന്നെ സോയിൽ ഫെർട്ടിലിറ്റി ഉണ്ട്. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്, സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സോയിലുള്ള ഫെർട്ടിലിറ്റിയാണ്. പിന്നെ നമ്മുടെ പിന്നെ അഡീഷണൽ കെയർ, വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പല ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നു? പല ഫാക്ടേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം എ കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. ഈ വേരിയബിൾസിനെ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു ഹൈപ്പോത്തസിസ് വെക്കുകയാണെങ്കിൽ അതെന്താണ്? അതൊരു കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ ദാറ്റ് വിൽ റിഫ്ലെക്ട്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് മോർ ദാൻ 2 വേരിയബിൾസ്. ഓക്കെ,
ദെൻ അടുത്തതാണ് വർക്കിംഗ് ഹൈപ്പോത്തസിസ്. വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ടു ടെസ്റ്റ് ആൻഡ് വർക്ക് ഓൺ ഇൻ എ റിസർച്ച്. നമ്മൾ സാധാരണ വെക്കുന്ന ഹൈപ്പോത്തസിസിനാണ് നമ്മൾ വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഹൈപ്പോത്തസിസിൽ അതിനാണ് നമ്മൾ വർക്കിംഗ് ഹൈപ്പോത്തസിസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഹൈപ്പോത്തസിസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അസ്യൂം ടു ബി സ്യൂട്ടബിൾ ടു എക്സ്പ്ലെയിൻ സർട്ടൻ ഫാക്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ദ ഫിനോമിന. അതായത് നമ്മൾ ഈ വെച്ച കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ 3 വേരിയബിളിനെ വെച്ച് പറയുമ്പോൾ, സിമ്പിൾ എന്ന് പറയുമ്പോൾ 2 വേരിയബിളിനെ വെച്ച് പറയുന്നത്. ഇതൊക്കെ എന്ത് തന്നെയാണ്, വർക്കിംഗ് ഹൈപ്പോത്തസിസ് ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് പറയുമ്പോൾ നമുക്ക് വർക്കിങ്ങിൻ്റെ കുറച്ച് അതിൻ്റെ ഒരു ഡിഫറൻസ് കുറച്ചുകൂടി മനസ്സിലാവും. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ വർക്കിംഗ് ഹൈപ്പോത്തസിസ് റോങ് ഓർ ടു ബി റിജക്റ്റഡ്, നമുക്കത് തെറ്റാണ്, ചിലപ്പോൾ വർക്കിംഗ് ഹൈപ്പോത്തസിസ് തെറ്റാണ്, നമ്മൾ റിസൾട്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അത് തെറ്റാണ്, അത് നമുക്ക് റിജക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അനദർ ഹൈപ്പോത്തസിസ് നമ്മൾ വയ്ക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിന് പകരം വരുന്നതാണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർക്കിംഗ് ഹൈപ്പോത്തസിസ് തെറ്റാണ്, അത് നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് H1 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തതാണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ H1 എന്ന് പറയുമ്പം നമുക്ക് നൾ ഹൈപ്പോത്തസിസിനെ H0 എന്നാണ്, ഇവിടെ H0 ആണ്. H0 എന്നാണ് നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പം നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് ദാറ്റ് എക്സ്പ്രസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അപ്പം ഞാൻ പറയുകയാണ് സ്മോക്കിങ്ങും ക്യാൻസറും ആണ്, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ സ്മോക്കേഴ്സ് ആൻഡ് സ്മോക്കേഴ്സ് കോസിങ് ക്യാൻസർ എന്ന് ഞാൻ പറയുകയാണ്. അതായത് ഒരു റിലേഷനും ഇല്ല, 2 വേരിയബിൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്ന് ഞാൻ പറയുവാണെങ്കിൽ അതെന്താണ്, നൾ ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എന്താ ചെയ്യുന്നത്, 2 വേരിയബിൾ തമ്മിൽ ഒരു റിലേഷനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, നൾ ഹൈപ്പോത്തസിസ്. നൾ എന്ന് പറയുമ്പോൾ നോ റിലേഷൻഷിപ്പ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദ നൾ ഹൈപ്പോത്തസിസ് മെയ്ഡ് വിത്തിൻ ദ ഇൻറ്റൻഷൻ വെയർ ദ റിസർച്ചർ വാണ്ട്സ് ടു ഡിസ്അപ്രൂവ്, റിജക്ട് ഓർ നള്ളിഫൈ ദ നൾ ഹൈപ്പോത്തസിസ് ടു കൺഫേം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. അപ്പോൾ നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ വെക്കാറുണ്ട്, നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും കൂടെ വെക്കാറുണ്ട്. അപ്പോൾ ഒരു റിലേഷനും ഇല്ല, 2 വേരിയബിൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുന്ന സിറ്റുവേഷന് പറയാനാണ് നമ്മൾ എപ്പോഴും എന്ത് വെക്കുന്നത്, നൾ ഹൈപ്പോത്തസിസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. നള്ളിഫൈ ദ റിലേഷൻഷിപ്പിനെ, 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നള്ളിഫൈ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്ത് വെക്കും, നൾ ഹൈപ്പോത്തസിസ് വെക്കും. ദെൻ അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് ദാറ്റ് ഇസ് ടു ബി ടെസ്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസിന് നമ്മൾ എന്ത് പറയും, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസിനെയൊക്കെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ഹൈപ്പോത്തസിസ് ആണെങ്കിൽ പോലും, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്തതെങ്കിൽ പോലും വി ആർ ട്രൈയിങ് ടു ക്വാണ്ടിഫൈ ദോസ് ഡേറ്റ. ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകളുണ്ട് നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ, അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ റിസൾട്ടിലേക്കൊക്കെ എത്തി ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലാത്തൊരു ഹൈപ്പോത്തസിസ് ഉണ്ടോ? ഉണ്ട്. അതായത് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചുകളിൽ നമ്മൾ ചുമ്മാ ഹൈപ്പോത്തസിസ് വെക്കും, അതിൽ നമ്മൾ ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ച്, അതായത് ന്യൂമറിക്കൽ ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്ത് നമ്മൾ ടെസ്റ്റുകളൊന്നും യൂസ് ചെയ്ത് നമ്മളൊന്നും പ്രൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് അല്ല. ഓക്കെ, നമ്മൾ സാധാരണ സോഷ്യൽ സയൻസ് റിസർച്ചുകളിലൊക്കെ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ആണ്. അടുത്താണ് ലോജിക്കൽ ഹൈപ്പോത്തസിസ്. ഇപ്പോൾ ലോജിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ a hypothesis that can be logically verified is termed as logical hypothesis. It is a hypothesis that expresses the relationship whose interlinks can be joined on the basis of logical explanation.
അപ്പം ലോജിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ലോജിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയും? ലോജിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയും. വെരിഫൈഡ് ബൈ ലോജിക്കൽ എവിഡൻസ്. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി വെരിഫൈഡ് സ്റ്റാറ്റിസ്റ്റിക്കലി. ഇപ്പം നമ്മളൊരു ഹൈപ്പോത്തസിസ് വെക്കുകയാണ്. ഇപ്പോൾ ലോജിക്കൽ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം നമ്മൾ പറയുന്നു സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്? കാരണമുണ്ട് അല്ലേ? ചുമ്മാ നമ്മൾ പറയുന്നതല്ല. അപ്പം സ്മോക്ക് ചെയ്ത കുറേ പേർക്ക് ക്യാൻസർ വന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ പറയുന്നത്. സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ലങ്സിലേക്ക് കാർസിനോജൻസ് കയറുന്നുണ്ട്. കാർസിനോജൻസ് നമ്മുടെ ലങ്സിലേക്ക് കയറുന്നുണ്ട്. നമ്മുടെ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാർസിനോജൻസ് നമ്മുടെ ബോഡിയിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളെ വളരാൻ സഹായിക്കുന്നുണ്ട്. അത് എന്താണ്? മെഡിക്കലി പ്രോവൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോക്കിംഗ് എന്ന് പറയുന്നത് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ലോജിക്കൽ ഹൈപ്പോത്തസിസ്. നമുക്ക് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരാൾ സ്മോക്ക് ചെയ്യുന്നു, അപ്പോൾ അയാളുടെ ശരീരത്തിൽ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലിന് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് ലോജിക്കലി പറയാൻ പറ്റും. അതേസമയം വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം എന്താണ്? ഐസ്ക്രീം കൺസപ്ഷൻ ലീഡ്സ് ടു ഡ്രൗണിങ് ഡെത്ത്സ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ലോജിക്കല്ല. അതായത് ഒരു പ്രദേശത്തെ ഐസ്ക്രീം കൺസപ്ഷൻ കൂടുന്നു, അതേപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ ഡ്രൗണിങ് ഡെത്ത്സ്, അതായത് മുങ്ങി മരണങ്ങൾ കൂടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു ലോജിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ലോജിക്കും പ്രഥമ ദൃഷ്ട്യാ അത് തമ്മിൽ ഇല്ല. എന്തുകൊണ്ടാണ്? അത് തമ്മിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലോജിക്കൊന്നും തോന്നുന്നില്ല. ഐസ്ക്രീം കൂടുതൽ കഴിക്കുന്ന ഒരാൾ കൂടുതൽ പോയി മുങ്ങി മരിക്കാൻ സാധ്യതയൊന്നുമില്ല. പക്ഷേ അവിടെ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹിഡൻ വേരിയബിൾ ഉണ്ട്. എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്. അതായത് അവിടെ സമ്മർ സീസൺ അല്ലെങ്കിൽ വെയിൽ കൂടുമ്പോൾ ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതൽ ഐസ്ക്രീം കൺസ്യൂം ചെയ്യുന്നു. ഐസ്ക്രീം കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ കൂടുന്നത് എന്തുകൊണ്ടാണ്? ചൂട് കൂടുന്നതുകൊണ്ടാണ്. അത് ഒരു സൈഡ്. അതേപോലെ തന്നെ ചൂട് കൂടുന്നതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ സ്വിമ്മിങ് എന്ന് പറയുന്ന ആ ഒരു വിനോദത്തിൽ ഏർപ്പെടുന്നു. ഇപ്പോൾ സ്വിമ്മിങ് കൂടുമ്പോൾ അവിടെ മുങ്ങി മരണങ്ങൾ കൂടുന്നു. അപ്പോൾ അത് രണ്ടും തമ്മിൽ യാതൊരു വിധ ലോജിക്കൽ റിലേഷനും ഇല്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് കോറിലേറ്റ് ചെയ്ത് പറയാം. ഒരു ഏരിയയിലെ ഐസ്ക്രീം കൺസപ്ഷൻ കൂടുന്നു, അതേപോലെ തന്നെ അവിടുത്തെ ഡ്രൗണിങ് ഡെത്ത്സും കൂടുന്നു. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം അവിടെ രണ്ടിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ചൂട് എന്നുള്ളൊരു ഫാക്റ്റാണ്. ഹോട്ട് ക്ലൈമറ്റ് ആണ് അവിടെ ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ. അപ്പം നമുക്ക് അതിനെ ഒരു ലോജിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതാണ് ലോജിക്കൽ ഹൈപ്പോത്തസിസിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 7 ടൈപ്സ് ആണ് ഇവിടെ ഉള്ളത്. ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? സിമ്പിൾ ഹൈപ്പോത്തസിസ്, കോംപ്ലെക്സ് ഹൈപ്പോത്തസിസ്, വർക്കിംഗ് ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ദെൻ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്, ആൻഡ് ഫൈനലി ലോജിക്കൽ ഹൈപ്പോത്തസിസ്.